അച്ഛനെയും മകനെയും കാറ് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് ചിറ്റൂർ ഫെറിക്ക് സമീപം കൊളരിക്കലാണ് സംഭവം. അക്ഷയ്, പിതാവ് സന്തോഷ് എന്നിവരാണ് കാറ് നീങ്ങിയപ്പോൾ അതിനൊപ്പം വലിച്ചിഴക്കപ്പെട്ടത്. കാറിലെ ചെളി തെറിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഭവമെന്നും ഇരുപക്ഷത്തിനും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. സഹിൻ ആന്റണി ചേർന്നു. സഹിൻ, എന്താണ് സംഭവിച്ചത്? സ്വാതി, ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് ഈ പരാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പരാതി പറയുന്ന അക്ഷയ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് സന്തോഷ് എന്നിവരെയാണ് കാറിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന 3 പേർ ചേർന്ന്, 2 ചെറുപ്പക്കാരും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 3 പേർ ചേർന്ന് ഏകദേശം 500 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതി. എന്തായാലും ഇത് 2 കൂട്ടരും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി അക്ഷയും പിതാവും സഹോദരിയും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഒപ്പം തന്നെ ഈ കാറിലുള്ള ആളുകൾ നേരെ ഇവരുടെ എതിർദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡിലെ ചെളി ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും പിന്നീട് 2 കൂട്ടരും തമ്മിൽ തർക്കമാവുകയും ചെയ്തു. ഈ തർക്കത്തിൽ തുടർന്ന് ഈ വാഹനം മാറ്റി ഇവർ ഇരുചക്ര വാഹനം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഈ കാറിലെ ആളുകൾ പിന്നാലെ വന്ന് ഇവരെ അസഭ്യം പറഞ്ഞു എന്നുള്ളതായിരുന്നു ഇവർ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതേ തുടർന്ന് ഈ സന്തോഷ്, അതായത് അദ്ദേഹം ലോറി ഡ്രൈവറാണ്, സന്തോഷ് കാറിൽ നിന്നും ഇറങ്ങി വരികയും ഈ ബൈക്കിൽ നിന്നും ഇറങ്ങി വരികയും ഈ കാർ യാത്രക്കാരോട് തർക്കിക്കുകയും ചെയ്തു. ഈ തർക്കം പിന്നീട് സന്തോഷിന്റെ മകൻ അല്ലെങ്കിൽ ഈ കാർ യാത്രക്കാരും സന്തോഷവും തമ്മിൽ തർക്കമാകുന്നു. സന്തോഷിനെ ഇവർ പിടിച്ചു വലിക്കുമ്പോൾ മകൻ അക്ഷയ് ഓടി വരികയാണ്. അക്ഷയ് വന്ന് പിന്നീട് അക്ഷയെയും സന്തോഷിനെയും ഒരു കാറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി 200 മീറ്ററോളം ദൂരയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇവരുടെ തൊട്ടു പിന്നാലെ സന്തോഷിന്റെ മകൾ കരഞ്ഞുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നാൽ പിന്നീട് നാട്ടുകാരെല്ലാം ഇടപെട്ട് ഈ കാറ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 2 കൂട്ടർക്കും പരാതിയില്ല എന്ന് പറഞ്ഞു വിട്ട ഒരു കേസാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണിതെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും അത് അത്യന്തം ഭയാനകമായ ദൃശ്യം തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ ആരൊക്കെയോ പുറകെ നിന്ന് വിളിക്കുന്നതും ഒക്കെ കേൾക്കാം. ശരി സഹിൻ.